കൊല്ലം കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരത്തിൽ 5 ദിവസത്തോളം പൂജ നടത്തി മകൻ. കുളത്തൂപ്പുഴ RPF 2F ഉന്നതിയിൽ ആണ് ഈ സംഭവം. 90 വയസ്സുള്ള ചിന്ന രമുവാണ് മരിച്ചത്. മകൻ കൃഷ്ണസ്വാമിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്നാണ് സൂചന. കാസർഗോഡ് നിന്നും കൃഷ്ണസ്വാമിയുടെ മകൾ മുത്തച്ഛയെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. കുളത്തൂപ്പുഴ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൃഷ്ണസ്വാമിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനോജ് അപ്പുക്കുട്ടനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനോജ്, മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾ ആണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണല്ലോ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, ഓരോ ദിവസം കഴിയുന്നതോടും മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുളത്തൂപ്പുഴ RPF 2F ഉന്നതിയിൽ ആണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഒരു സംഭവം പുറം ലോകം അറിയുന്നത്. 90 വയസ്സുള്ള വൃദ്ധ മാതാവിനെ അവരുടെ തന്നെ മകൻ മരിച്ച അന്ന് മുതൽ 5 ദിവസം വരെ കട്ടിലിൽ ഒരു പുതപ്പുമൊക്കെ ഇട്ട് മൂടി മൃതശരീരത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 90 വയസ്സുള്ള ചിന്നരമു എന്നു പേരുള്ള വൃദ്ധ മാതാവിനാണ് ഈ മകൻ പൂജ നടത്തിയത്. കൃഷ്ണസ്വാമി എന്നാണ് ഈ മകന്റെ പേര്. മകന് മാനസിക അസ്വാസ്ഥ്യം ഉള്ള ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൃഷ്ണസ്വാമി ഈ RPFിലെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ ജീവനക്കാരനായിരുന്നു. വിരമിച്ച ശേഷം അവിടെ ഒരു കോട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. അതാണ് കൃഷ്ണസ്വാമിയുടെ ഭാര്യയും മക്കളുമൊക്കെ ഇണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അമ്മയും മകനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കുറച്ചു ദിവസമായി അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള വിവരം അടുത്തുള്ള കോട്ടേഴ്സിലെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ആ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ യാതൊരു കാരണവശാൽ മകൻ അനുവദിക്കില്ലായിരുന്നു. അപ്പം വൈകാരികമായി പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ കോട്ടേഴ്സിലുള്ള മറ്റുള്ള ആൾക്കാരും അവിടേക്ക് എത്തുന്നത് വിരളമായിരുന്നു. അങ്ങനെ 5 ദിവസമായിട്ടും മകനെയോ അമ്മയോ പുറത്ത് കാണാത്ത സാഹചര്യത്തിൽ ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പേടിച്ച് ആരും അകത്തേക്ക് ചെല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് കാസർഗോഡ് നിന്നും കൃഷ്ണസ്വാമിയുടെ മകള് മുത്തശ്ശിയെ കാണാനായി അവിടെ എത്തുന്നതും ഈ സംഭവം പുറം ലോകം അറിയുന്നതും. കോട്ടേഴ്സിലുള്ള അവർ വിവരം അറിയിച്ചതനുസരിച്ച് വാർഡ് മെമ്പർ സ്ഥലത്തെത്തുകയും കുളത്തൂപ്പുഴ പോലീസിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. കുളത്തൂപ്പുഴ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം രാവിലെ തന്നെ അയച്ചു. വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തിരികെ കിട്ടും. മറ്റ് സംസ്കരിക്കാൻ ഇടമില്ലാത്തതിന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒപ്പം ഇതിലിപ്പോൾ ഈ മരണപ്പെട്ട ചിന്ന 90 വയസ്സുണ്ട് ചിന്നരമുവിന് എന്നതാണ്. അപ്പോൾ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ? പ്രായാധിക്യത്തെ തുടർന്നുള്ള മരണം എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണല്ലോ ഈ പൂജ നടത്തിയ മകൻ. അതുകൊണ്ട് തന്നെ അത്തരം ചില സംശയങ്ങൾ എന്തെങ്കിലും ഉയരുന്നുണ്ടോ? മകൻ കൊലപ്പെടുത്തിയതാണ്, അതല്ല ഇനി സ്വാഭാവികമായി മരണപ്പെട്ട ശേഷമുള്ള പൂജ, അങ്ങനെ എന്താണ് നടന്നത്? അതിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പ്രാഥമിക പരിശോധനയിൽ പ്രായാധിക്യം മൂലമുള്ള മരണം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മകനെ കൃഷ്ണസ്വാമിയെ അന്വേഷണത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം 5 ദിവസമായി എന്നാണല്ലോ മനോജ് പറയുന്നത്. സ്വാഭാവികമായും 5 ദിവസം എന്നത് ഒരു മൃതദേഹമൊക്കെ അഴുകിത്തുടങ്ങാൻ ഉള്ള സാധ്യതയുള്ള പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ പ്രദേശവാസികൾക്കൊന്നും അതിന്റെ ഒരു സൂചനയും ലക്ഷണവും ലഭിച്ചില്ലേ? അല്ലെങ്കിൽ ഈ 5 ദിവസം ഈ കൃഷ്ണസ്വാമി പറഞ്ഞതിൽ നിന്നാണ് 5 ദിവസം എന്നുള്ള ഒരു കണക്ക് വന്നത്. പക്ഷെ ആ മൃതശരീരത്തിന്റെ ആ രൂപവും ഭാവവും കണ്ടാൽ അത്തരത്തിൽ തോന്നുകയില്ല. എന്നാലും പ്രാഥമികമായി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോലീസ് 5 ദിവസം എന്ന് തന്നെ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് എടുത്തത്. എന്നാലും ഒരു കാര്യം പോലീസ് വ്യക്തമാക്കി പറഞ്ഞിരുന്നു, കൂടുതൽ പരിശോധനകൾക്ക് ശേഷം നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, മരണം എന്നാണ് നടന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാലും മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണസ്വാമിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? അതെ, കൃഷ്ണസ്വാമിക്ക് വിരമിച്ചതിന് ശേഷം ഇവിടുത്തെ ട്രാഫിക് കോളനിയായിരുന്നു. അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം കൃഷ്ണസ്വാമി സാധാരണ പുറത്തിറങ്ങി മറ്റാരുമായി സഹകരിക്കുന്ന നിലപാടിലുള്ള ആളായിരുന്നില്ല. കാരണം മാനസിക ആശ്വാസമുള്ള ആളും ചികിത്സയിലും മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി.
5 ദിവസം ആയി മൃതദേഹത്തിൽ പൂജ നടത്തുന്നു എന്നുള്ളതാണ് വിവരം. പക്ഷേ 5 ദിവസത്തെ പഴക്കമുണ്ടോ മൃതദേഹത്തിന് എന്നതിൽ വ്യക്തതയില്ല. മകൻ കൃഷ്ണസ്വാമിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്ന് കൂടിയാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പോലീസിന് ഇതിൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.